ഉരുളുപൊട്ടി അന്ന് നമുക്ക് എന്നാ ഇതിന്റെ വീഡിയോസൊക്കെ ഫോണിൽ കൂടെ വന്നായിരുന്നുണ്ട്. അപ്പോൾ മാത്രമേ മണ്ണുള്ളൂ എന്ന് തോന്നുന്നുണ്ടോ ഗൈസ്. കാരണം അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു മണ്ണിടിച്ചിലാണ് ഗൈസ് ഉണ്ടായേക്കുന്നത്. ഒന്നും വരാൻ പറ്റിയ അവസ്ഥയല്ലായിരുന്നു. ആ വീട്ടുകാരൊക്കെ മാറ്റിപ്പാർപ്പിച്ചേക്കുവാന്ന് തോന്നി. ടോപ്പിലൊരു വീടുണ്ട്, ആ വീട്ടിൽ നിന്നിൻ്റെ ഫ്രണ്ടിൽ നിന്നൊക്കെയാണോ ഇടിഞ്ഞു വന്നേക്കുന്നത്. ഹേ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇച്ചിരി വിഷമകരമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ കഴിഞ്ഞ ദിവസത്തെ മഴയത്ത് ഉരുൾ പൊട്ടിയൊക്കെ ഉണ്ടോ, ഏകദേശം 2-3 ദിവസമായിട്ടുണ്ട്. അപ്പോൾ 2 വീട് പൂർണ്ണമായിട്ടും തകർന്നിട്ടുണ്ട്. അപ്പോൾ ആ വീട്ടിലുള്ളവർക്ക് ചെറിയ പരിക്കും കാര്യങ്ങളൊക്കെ പറ്റി ഹോസ്പിറ്റലൊക്കെയാണ്. പിന്നെ ബാക്കിയുള്ള വീടുകളൊക്കെ അപകടാവസ്ഥയിലാണ് കേട്ടോ. അപ്പോൾ അവരെയൊക്കെ ക്യാമ്പിലേക്ക് മാറ്റി പാർപ്പിച്ചേക്കുവാണ്. ആദ്യമായിട്ടാട്ടോ നമ്മുടെ നാട്ടിൽ ഉരുൾ പൊട്ടുന്നത്. അപ്പോൾ അങ്ങോട്ട് ഇത് ഞാൻ 3-4 ദിവസം കഴിഞ്ഞ് എടുക്കുന്ന വീഡിയോ ആണ്. കാരണം അങ്ങോട്ടൊന്നും പോകാൻ പറ്റാത്ത ഒരവസ്ഥയാണ് മഴ കാരണം. എപ്പോൾ വേണമെങ്കിലും ഇനിയും ഉരുളൊക്കെ പൊട്ടി വരാനുള്ള ചാൻസ് ഉണ്ടായതുകൊണ്ട് അങ്ങോട്ട് പോയി വീഡിയോ എടുക്കാനൊന്നും പറ്റില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അവിടെ പോയി ആ ഉരുൾ പൊട്ടിയൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ നിങ്ങളെ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം ഗൈസ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേന് ആ മലയിൽ നിന്ന് ഇങ്ങനെ പൊട്ടി വന്നേക്കണേ കാണാം കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാം. ഈ മലയിൽ നിന്നാട്ടോ പൊട്ടി വന്നേക്കുന്നത്. ഇത് കണ്ടില്ലേ, ഇതാണ് ഉരുൾ പൊട്ടി വന്നേക്കുന്നത്. അപ്പം അത്യാവശ്യം മുകളിൽ നിന്ന് ഇവിടെ വീടുകളൊക്കെ ഉണ്ട്. ഈ താഴത്തെ വീടുകളിലേക്കൊക്കെയാണ് ഇതിങ്ങനെ പോയത് കേട്ടോ. ഹേ ഗൈസ്, അപ്പം നമ്മളിത് ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അതേ എൻ്റെ ബാക്കിൽ ഈ കാണുന്ന കേട്ടോ മണ്ണിടിഞ്ഞു വന്നത്. അത്യാവശ്യം അവിടെയുള്ള വീടൊക്കെ പൂർണ്ണമായിട്ടും നശിച്ചു പോയിട്ടുണ്ട്. അവിടെയൊക്കെ ഉള്ളവരെയൊക്കെ മാറ്റി പാർപ്പിച്ചേക്കണം കേട്ടോ. അപ്പം ഇതിൻ്റെ താഴെയൊക്കെ വീടുണ്ട്. അപ്പോൾ ഈ വലിയ കയറ്റം കയറി കേട്ടോ നമ്മളിങ്ങനെ വന്നത്. ഇത് മൊത്തം തെന്നിക്കിടക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു പട്ടി കുറേ നേരമായിട്ട് കിടന്ന് കുരയ്ക്കുന്നുണ്ട്. നമ്മളെ കണ്ടിട്ട് ഇത് കടിക്കുമെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ അതേ കണ്ടില്ലേ, ഈ വീടൊക്കെ പൂർണ്ണമായിട്ടും മണ്ണിടിഞ്ഞ് പോയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ മുകളിൽ വേറൊരു വീടും കൂടെ ഉണ്ട് കേട്ടോ. അല്ലേ, ചിലപ്പോൾ ഈ വീട്ടിലെ താമസക്കാരുടെ പട്ടിയായിരിക്കും കേട്ടോ. അപ്പോൾ അവരെ കാണാത്തോണ്ട് കുരക്കണമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ആ വീടിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ടാണ് കേട്ടോ കിടന്ന് കുരയ്ക്കുന്നത്. ജസ്റ്റ് അപ്പുറത്തേക്ക് കയറാൻ നോക്കിയിട്ട് ആ പട്ടി നമ്മുടെ അടുത്തേക്ക് വരുവാണ് കുറച്ചുകൊണ്ട്. അതുകൊണ്ട് എനിക്കൊരു ചെറിയൊരു പേടി, ഇതെല്ലാം കടിക്കെങ്ങാനും ചെയ്താലേ. നമുക്ക് അപ്പുറത്തേക്ക് പോയി വീഡിയോ എടുക്കാൻ പറ്റും നോക്കാം. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു മണ്ണിടിച്ചിലാണ് കേസ് ഉണ്ടായേക്കുന്നത്. ഇവിടെയൊക്കെ ഫുൾ ഇടിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ ഇങ്ങോട്ടൊന്നും വരാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. ഈ മഴയായതുകൊണ്ട് തന്നെ പിന്നെയും ഇടിയാനുള്ള ചാൻസ് ഉണ്ടായതുകൊണ്ടേ ഇങ്ങോട്ടൊന്നും വരാൻ പറ്റിയ അവസ്ഥയല്ലായിരുന്നു. ആ വീട്ടുകാരൊക്കെ മാറ്റി പാർപ്പിച്ചേക്കുവാന്ന് തോന്നുന്നു കേട്ടോ. ആ വീട്ടിലൊന്നും നിലവിൽ ആൾക്കാർ താമസിക്കുന്നില്ല എന്ന് തോന്നുന്നത്. കണ്ടില്ലേ മണ്ണിടിഞ്ഞ് വന്നേക്കുന്നത്. ടോപ്പിലൊരു വീടുണ്ട്, ആ വീട്ടിൽ നിന്നിൻ്റെ ഫ്രണ്ടിൽ നിന്നൊക്കെയാണോ ഇടിഞ്ഞു വന്നേക്കുന്നത്. ഉരുളുപൊട്ടി അന്ന് നമുക്ക് എന്നാ ഇതിൻ്റെ വീഡിയോസൊക്കെ ഫോണിൽ കൂടെ വന്നായിരുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ വെള്ളം കുത്തി ഒഴുകുമായിരുന്നു, നല്ല വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പോൾ മഴയൊക്കെ കുറച്ച് കുറഞ്ഞപ്പോഴത്തേനും എന്നാ വെള്ളമൊക്കെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയും പറയാൻ പറ്റില്ല, മഴ ഇങ്ങനെ കനക്കുവാണെങ്കിൽ പിന്നെയും ഇത് ഇടിഞ്ഞു വരാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ടോ ഗൈസ്. തെങ്ങൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. ആ വീട് ഇടിഞ്ഞു വരാത്ത ഭാഗ്യം കേട്ടോ ഗൈസ്. അല്ലേ ആ വീട് ഇനി അങ്ങനെ നിന്നിട്ടൊന്നും ഇനി വലിയ കാര്യം ഉണ്ടാവില്ല. കുറച്ച് ദിവസമായിട്ട് ഗൈസ് ഇവിടെ ഉരുൾ പൊട്ടിയിട്ട് ഒരു 2-3 ദിവസമായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അന്ന് ഭയങ്കര വെള്ളമൊക്കെ ആയിരുന്നു മഴ കാരണമേ. ഇപ്പം ജസ്റ്റ് വെള്ളത്തിൻ്റെ ഒഴുക്കൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിവിടെ വന്ന് വീഡിയോ എടുക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഇങ്ങോട്ട് അടുക്കാൻ പോലും പറ്റില്ലായിരുന്നു കേട്ടോ. പിന്നെയും മണ്ണിടിയാനുള്ള ചാൻസൊക്കെ ഉണ്ടായിരുന്നു. 2-3 ദിവസമായി മണ്ണിടിഞ്ഞിട്ട്. ഇപ്പം മഴയൊക്കെ ഒന്ന് കുറഞ്ഞുകൊണ്ട് വലിയ കുഴപ്പമില്ല ഗൈസ്. പിന്നെ നിലവിൽ മരണമൊന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ ആർക്കും തന്നെ. അതൊരു വലിയൊരു ഭാഗ്യമാണ് കേട്ടോ. കാരണം പിന്നെ ഇത്രയും വലിയ മണ്ണിടിച്ചിലും ഇത്രയും വീടൊക്കെ നശിച്ചു പോയിട്ടേ ആർക്കും അപകടമൊന്നും പറ്റാത്തത് വലിയൊരു ഭാഗ്യം കേട്ടോ ഗൈസ്. ഈ വീടൊക്കെ ആയിട്ടും ഇടിഞ്ഞു പോയി ഗൈസ്. നല്ലൊരു മൊത്തത്തിൽ മണ്ണിടിഞ്ഞ് കൊണ്ടുപോയി. ഈ വീടും പൂർണ്ണമായിട്ട് തറന്നു പോയി. ഇപ്പോൾ ഞാനിവിടെ നിൽക്കുമ്പോൾ പിന്നെ മഴ പെയ്യും കേട്ടോ. അതാണ്, എപ്പോൾ വേണമെങ്കിലും മഴ പെയ്തിട്ട് പിന്നെയും ഈ മണ്ണ് ഒന്നാമത് ഒരു ഇതായിട്ട് കിടക്കുകയാണ്. അപ്പോൾ പിന്നെയും ഇടിഞ്ഞു വരാനുള്ള ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഒത്തിരി നേരം നിൽക്കുന്നത് ശരിയല്ല കേട്ടോ.
അപ്പോൾ ഇത് അങ്ങ് താഴെ പിന്നെയും വീടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടം കൊണ്ട് ഈ മണ്ണിടിച്ചിൽ നിന്നു, അല്ലെങ്കിൽ പിന്നെയും താഴത്തേക്ക് പോയിട്ട് എന്നാ ഒത്തിരി വീടുകളുള്ളിടത്തേക്ക് പോയായിരുന്നു ഈ ഇതിലും വലിയ അപകടം ഉണ്ടായേനെ. ഇപ്പം നിലവിൽ ഏകദേശം ഒരു 13-14 വീടുകളെയാണ് മാറ്റി പാർപ്പിച്ചേക്കണേ കേട്ടോ. നമ്മുടെ ഇവിടെ ഒന്നും ഇങ്ങനെ എൻ്റെ വീടിൻ്റെ അങ്ങോട്ടൊന്നും ഈ പ്രശ്നമില്ല കേട്ടോ. ഇത് നമ്മുടെ ഇവിടെ താഴെ എന്നാ ഒരു മലയാണിത്. അപ്പം ഇവിടെ അത്യാവശ്യം വീട്ടുകാരൊക്കെ താമസിക്കുന്നുണ്ടോ. ഇവിടെയാണ് ഇപ്പം നിലവിൽ മണ്ണിടിച്ചിൽ ഉണ്ടായേക്കുന്നത് കേട്ടോ. ഇതുവരെ ഇത്രയും വലിയ 2018 അത്രയും വലിയ മഴയും വെള്ളപ്പൊക്കവും ഒന്നും ഉണ്ടായിട്ടും നമ്മുടെ ഇവിടെ വെള്ളം കയറുമോ അല്ലെങ്കിൽ മണ്ണിടിച്ചിലുണ്ടാവുമോ ഒന്നും ചെയ്തിട്ടില്ല. ഇടുക്കിയുടെ വേറെ പല ഭാഗത്തും ഇടുക്കി ജില്ലയുടെ പല ഭാഗങ്ങളിലും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാവാറുണ്ട്. ഇങ്ങിൻ്റെ അവസ്ഥ നോക്കിയ ഗൈസ്, മൊത്തം ചളങ്ങി കൂടിപ്പോയി. എല്ലാം തന്നെ തകർന്നു കേട്ടോ. ഈ വീട്ടിലേക്ക് എല്ലാ സാധനങ്ങളും തകർന്നു. ആ വീട് എന്തോ ഭാഗ്യം കൊണ്ട് ഇങ്ങോട്ട് എന്നാ പൊട്ടിയൊലിച്ച് വന്നില്ല. ബാക്കി ഈ വീടൊക്കെ പൂർണ്ണമായിട്ടും തകർന്നു. പിന്നെ ഈ വീട് തകർന്നു. ആ വീടിനും കാര്യമായിട്ട് അതിലേക്കും വലിയ അപകടമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. എന്തായാലും ഈ വീട്ടുകാരുടെയൊക്കെ അവസ്ഥ ഇനി ഭയങ്കര പരിതാപകരമാണ്. കാരണം ഇനി സർക്കാരിൽ നിന്നൊക്കെയുള്ള ആനുകൂല്യങ്ങളൊക്കെ കിട്ടാൻ വലിയ താമസമാണ്. അതുവരെ കിട്ടിയാലും ഇതുപോലൊരു വീട് വെക്കാനുള്ള ഫുൾ തോതിലുള്ള സംഭവങ്ങളൊന്നും പലർക്കും കിട്ടൂല. അപ്പോൾ അവരുടെയൊക്കെ ഈ വീട് വെക്കണ ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടിലാവട്ടെ ഗൈസ്. ആ സൈഡിലാട്ടോ ഉരുള് പൊട്ടിയത്. ഇപ്പം നിലവിൽ മണ്ണിടിച്ചിൽ ഉണ്ടായേക്കുന്ന അതാണ്. ഈ സൈഡിലും ദേ വീട്ടുകാരൊക്കെ താമസിക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലും ദേ വലിയ മലയാണോ. അപ്പോൾ ഈ മലയുടെ ഒരു സൈഡാണ് ഇപ്പോൾ നിലവിൽ ഈ സൈഡാണ് പൊട്ടി വന്നേക്കുന്നത്. അപ്പോൾ ഈ സൈഡും മലയാണ്. അപ്പോൾ ഈ സൈഡിലും കുറേ ആൾക്കാർ ദേ താമസിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ദേ ആ പട്ടി ഇവിടെ നിന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ ദേ മുകളിലേക്ക് ഞാൻ കയറി വന്നാ കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ദേ അത്യാവശ്യം ആ വീട്ടിലെ സാധനങ്ങളെല്ലാം കിടക്കും കേട്ടോ. ഡിഷ്, പാത്രങ്ങൾ എല്ലാം കിടക്കുവാണ്. ഇനി ഇതൊക്കെ ഉണ്ടാക്കാൻ എന്നെ പാടായിരിക്കും. വീട് വെക്കാനുള്ള പൈസ സർക്കാർ കൊടുക്കുമായിരിക്കും, പക്ഷെ അതിലേക്കുള്ള സാധനങ്ങളുടെ കാര്യങ്ങളൊന്നും ആലോചിക്കും, അതും വലിയൊരു പാടല്ലേ. എല്ലാത്തിനും ഇപ്പോൾ വില കൂടിയേക്കുവാണ്. എല്ലാ സാധനങ്ങൾക്കും വില കേട്ടോ. അതാണ് വലിയ പ്രശ്നം. എന്തേ കണ്ടില്ല, സാധനം കണ്ടില്ല ഗൈസ്. പാത്രങ്ങൾ, ഡിഷ് എല്ലാം തന്നെ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുവാണ്. ഒരു കൊച്ചിൻ്റെ കുടയാണെന്നുണ്ട് ഗൈസ്. ഒരു കൊച്ചിൻ്റെ കുട അവിടെ കാണാം നമുക്ക്. പിന്നെ ഈ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നവർക്കൊക്കെ ഒന്നും പറ്റാത്ത തന്നെ ഏറ്റവും വലിയ ഭാഗ്യം കേട്ടോ. ആ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നവർക്ക് ഒന്നും പറ്റാത്ത തന്നെ വലിയ ഭാഗ്യം. ചെറിയ പരിക്കുകളൊക്കെ ഉള്ളൂ. നമ്മുടെ കയ്യിലല്ല, നമുക്കൊന്നും പറയാൻ പറ്റില്ല. പാറയാണെങ്കിലും പൊട്ടി വരാൻ വലിയ സമയമൊന്നും ഉണ്ടാവില്ല. ഇതുപോലെ മഴയാണെങ്കിൽ. കാരണം 2018 വെള്ളം പൊക്കം ഉണ്ടായപ്പോൾ പോലും വെള്ളം കയറാത്ത സ്ഥലത്ത് വരെ വെള്ളം കയറിയിട്ടുണ്ട് ഈ തവണത്തെ മഴയത്തട്ടോ. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ പുഴകളിലൊക്കെ ചെളിയും മണലൊക്കെ വന്ന് അടിഞ്ഞു കൂടിയിട്ടുണ്ട്. കാരണം ഇതൊന്നും കോരാൻ പറ്റില്ലല്ലോ. സർക്കാരാണെങ്കിലും കോരുന്നുമില്ല, നമുക്കൊട്ട് കോരാനുള്ള അവകാശമില്ല. അപ്പം ഈ മണലും ചെളിയൊക്കെ വന്ന് നമ്മുടെ പുഴകളിൽ അടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാന്ന് തോന്നുന്നു ഈ പുഴയ്ക്ക് ഈ വെള്ളത്തിനെ താങ്ങാനുള്ള ഒരു ശേഷി ഇല്ലാത്തതുകൊണ്ട് ഇത് കരകളിലേക്കിടയ്ക്ക് കവിഞ്ഞ് ഒഴുകുക കേട്ടോ. അതാണ് ഈ വെള്ളം ഇങ്ങനെ കയറി ഒഴുകാനുള്ള കാരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. വെള്ളപ്പൊക്കം ഉണ്ടാകാനുള്ള കാരണം എന്ന് എനിക്ക് തോന്നുന്നു. മണ്ണിടിച്ചിൽ പിന്നെ സ്വാഭാവികമായിട്ടും എല്ലാ തവണയും കേരളത്തിലുണ്ടാകുന്നതാണ്. പക്ഷെ നമ്മുടെ ഇവിടെ ആദ്യമായിട്ടാട്ടോ. ഈ മഴ ഇങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ ഇവിടെ പൊട്ടാതിരുന്നിട്ട് വരെ ഇങ്ങനെ ഉണ്ടായെങ്കിൽ ഇനിയും വേറെ സ്ഥലത്തൊക്കെ എന്തൊക്കെയായിരിക്കും നടക്കാൻ പോകുന്നത് അല്ലേ. മഴ കുറയുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല കേട്ടോ. ഇനിയും അതിശക്തമായ മഴയാണ് പറയുന്നത്. ഇപ്പം ഇത് മണ്ണിടിച്ചിലുണ്ടായിട്ട് 3-4 ദിവസമായി. ഇപ്പം ഇനിയും മഴ അതിശക്തമായ മഴയാട്ടോ പറഞ്ഞേക്കുന്നത്. ഇന്നും കൂടി ഞാൻ ഈ വീഡിയോ ഇടുന്ന ദിവസം കൂടി നല്ല മഴയ്ക്ക് സാധ്യത എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം അങ്ങനെ മഴയാണെങ്കിൽ ഇനിയും ബാക്കിയുള്ളവങ്ങനെ പൊട്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളെ വീഡിയോ എടുത്ത് കാണിക്കാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ് ഈ ഒരു വീഡിയോ. അപ്പോൾ എല്ലാവരും സൂക്ഷിച്ചൊക്കെ ഇരിക്കുക. കാരണം എപ്പോൾ വേണമെങ്കിലും മഴ ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ വെള്ളം പൊങ്ങാനുള്ളതും പിന്നെ മണ്ണിടിച്ചിലുണ്ടാകാനുള്ള സാധ്യതയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഇരിക്കുക കേട്ടോ. അപകടം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകും. അപ്പോൾ എല്ലാവരും ഒന്ന് മുൻകൂട്ടി ഇരിക്കുക കേട്ടോ.